സന്തോഷത്തോടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡിൻ്റെ ഭീതിയും വരാനിരിക്കുന്ന ആകുലതകളും എല്ലാം മറന്ന് നമ്മളെല്ലാവരും ലളിതമായ ജീവിത രീതിയൊക്കെ സ്വീകരിച്ച് ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെ തള്ളിമാറ്റി ശക്തമായ ഒരു എതിരാളിയെ പോലെയായിരുന്നു കോവിഡിൻ്റെ വരവ്. അതോടെ എല്ലാവരുടെ രോഷവും നിലച്ച് ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. സാമൂഹിക അകലം പാലിച്ച് നമ്മൾ ഓരോരുത്തരും ഇന്നും ആ ദിനങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ അവസാനിച്ചതിന് ശേഷം വീണ്ടും ആ പൗരത്വ ഭേദഗതി ബില്ല് കടന്നു വരുമോ? ദൈവം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, തക്ക സമയത്ത് ഉത്തരം കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചതെന്ന് മാത്രം. എന്തായാലും കഴിഞ്ഞ വെക്കേഷന് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയ സമയത്ത് അവിടെ നിന്ന് കഴിച്ച ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചരിയുടെ ചോറിലേക്ക് നമുക്ക് പരിപ്പ് കറിയായിരുന്നു തന്നിരുന്നത്. ആ പരിപ്പ് കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പരിപ്പാണ് അതിനിവിടെ വേവിച്ചെടുക്കുന്നത്. പരിപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാൻ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിലടിച്ചാൽ തന്നെ നമ്മുടെ പരിപ്പ് ഇതുപോലെ നന്നായി വെന്ത് കിട്ടും. ഇനി നമുക്കതിലേക്ക് വേണ്ടത് പച്ചമുളക്, തക്കാളി, കറിവേപ്പ്, അതുപോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, സവോള വളരെ പൊടിയായി അരിഞ്ഞെടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം കറിവേപ്പിലയിട്ട് നന്നായി മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് സവോള ഇട്ട് കൊടുക്കാം. ഏകദേശം സവോളയൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് മിക്സ് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് നമ്മൾ അതിലേക്ക് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇനി പച്ചമുളക് അരിഞ്ഞു വെച്ചത് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത് വരുന്ന ആ ഒരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരല്പസമയത്തിന് ശേഷം നമുക്കിതുപോലെ തുറന്നെടുക്കാം. ഒന്നുകൂടെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുകയാണ്. ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വളരെ കൂടുതലൊന്നും അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ തക്കാളി അതിൻ്റെ ടേസ്റ്റ് മാറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തക്കാളി എടുത്ത് യൂസ് ചെയ്താൽ മതി. അടുത്തതായി മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് വേവുന്ന നല്ലൊരു സ്മെല്ല് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കട്ടിയായ ഈ പരുവത്തിൽ നിന്ന് ഒരല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കിയെടുക്കാം. മസാലയും പരിപ്പും എല്ലാം കൂടെ ഒന്ന് നന്നായി ജോയിൻ്റ് ആവാൻ വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പരിപ്പ് കൊണ്ടുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പരിപ്പ് കറി ചോറിൽക്കും ചപ്പാത്തിയിൽക്കും കൂട്ടിക്കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന എന്നിവയൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലും ഒക്കെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്നുകൂടെ അതിൻ്റെ അടപ്പ് വെച്ച് നമ്മൾ അടച്ച് വെക്കുക. ഒരല്പസമയത്തിന് ശേഷം നമുക്കത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് പച്ചരിയുടെ ചോറും പരിപ്പ് കറിയും മറ്റുള്ള കുറച്ച് വിഭവങ്ങളുമായിട്ടാണ് ഇന്നത്തെ നോമ്പ് തുറ. ഇടവേളകളിൽ നമുക്ക് ഇതുപോലെ സ്നാക്കുകളൊക്കെ ഒഴിവാക്കി സാധാരണ ചോറും കറിയും ഒക്കെ ആയിട്ട് നോമ്പ് തുറക്കാൻ ശ്രമിക്കുക. അങ്ങനെ സന്തോഷത്തോടെ ഉമ്മയുടെ സ്പെഷ്യലൊക്കെ നോക്കി കണ്ട് മക്കൾ നോമ്പ് തുറക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ ഈ നോമ്പ് തുറ വിഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.